ഹലോ ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കിയിരുന്നത് 9th ക്ലാസ്സിലെ ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഓൺ ദി റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ പറഞ്ഞത് ട്രാൻസ് ഹിമാലയം വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെ? ട്രാൻസ് ഹിമാലയം വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഏറ്റവും വടക്ക് കാണപ്പെടുന്ന, അല്ലെ, ട്രാൻസ് ഹിമാലയം, നോർത്ത് മോസ്റ്റ് ഡിവിഷൻ ഓഫ് ദി ട്രാൻസ് ഹിമാലയ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ടിബറ്റൻ ഹിമാലയ. ഇതിനെന്താ വിളിക്കുന്നത്? ടിബറ്റൻ ഹിമാലയം എന്ന് വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, അല്ലെ? ഓക്കെ. ട്രാൻസ് ഹിമാലയം കഴിഞ്ഞാൽ നമ്മളെ നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമ്മൾ മൂന്ന് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ് ഹിമാലയ, സെക്കൻഡ് വൺ ഹിമാലയാസ് ആൻഡ് തേർഡ് വൺ ഈസ്റ്റേൺ ഹിൽസ്, അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ, കിഴക്കൻ മലനിരകൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ട്രാൻസ് ഹിമാലയം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ആണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ, അല്ലെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ റേഞ്ചസ് അടങ്ങിയതാണ്. ട്രാൻസ് ഹിമാലയ ഇൻക്ലൂഡ്സ് കാരക്കോറം, ലഡാക്ക് ആൻഡ് സസ്കർ റേഞ്ചസ്. ഓക്കെ. നെക്സ്റ്റ് ആണ് ഹിമാലയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലെ? ഹിമാലയമൊക്കെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രായം കുറഞ്ഞത് എന്താണ്? നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിരകളിൽ ഒന്നാണ് ഹിമാലയം. അതുപോലെ തന്നെ അത് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. എന്താ ഫോൾഡ് മൗണ്ടെയിൻ? മടക്ക് പർവ്വതമാണ്. ഫോൾഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്, വലനം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ഒരു പർവ്വതം ഒറിജിൻ ചെയ്തിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അപ്പോൾ ഹിമാലയാസിനെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ശിവാലിക്, ഹിമാചൽ ആൻഡ് ഹിമാദ്രി. ഏതൊക്കെയാണ്? ശിവാലിക്, ഹിമാചൽ ആൻഡ് ഹിമാദ്രി. നോക്കിയാലോ, നമ്മുടെ മാപ്പിൽ നോക്കിയാലോ, എന്താ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഏതൊക്കെയാ? ശിവാലിക് കണ്ടോ? ശിവാലിക് ഉണ്ട്, അതുപോലെ തന്നെ ഹിമാചൽ ഉണ്ട്, ശിവാലിക് ഉണ്ട്, ഹിമാചൽ ഉണ്ട്, ശിവാലിക്, ഹിമാചൽ ആൻഡ് ഹിമാദ്രി. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ പാരലൽ മൗണ്ടെയിൻസ്. എന്താ പാരലൽ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ? സമാന്തര പർവ്വത നിരകളാണ്. നോക്കിയേ, അല്ലെ? ഇതിങ്ങനെ കിടക്കുന്ന അതിന് അതേപോലെ സമാന്തരമായിട്ടാണ് ഈ മൂന്നും സമാന്തരമായിട്ടാണ്. നേരെ മറിച്ച് കാരക്കോറും ലഡാക്കും ഒരേപോലെയാണോ? അല്ല, വ്യത്യസ്തമാണ്. പക്ഷെ ഇത് ഒരേപോലെ സമാന്തരമായിട്ടുണ്ടാവും. ഒരു ആർക്ക് ഷേപ്പിലാണ് നമ്മുടെ ഹിമാലയം കിടക്കുന്നത് കേട്ടോ. സമാന്തര പാരലൽ മൗണ്ടെയിൻസ് ആണ്, നമുക്കറിയാം. ഓക്കെ. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെയാണ് സിവാലിക് എന്ന് പറയുന്നത്. എന്താ സിവാലിക് നോക്കിയാലോ? ദി ശിവാലിക് റേഞ്ച് വിച്ച് ഈസ് ദ സദേൺ മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റേഞ്ചസ്. എന്താ സദേൺ മോസ്റ്റ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ നിങ്ങൾ ഈ ഒരു മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അല്ലെ? ഇതാണ് സൗത്ത്. ഇവിടെയാണ് നമ്മൾ സൗത്ത്. ഇവിടെയാണ് എന്ത്? ഇവിടെയാണ് നോർത്ത്, അല്ലെ? ഇവിടെ വെസ്റ്റ് ആണ്, ഇവിടെ ഈസ്റ്റ് ആണെന്നൊക്കെ നമുക്കറിയാം. ഇവിടെ ഈസ്റ്റ് ആണ്. ഓക്കെ. അപ്പോ ഈ സദേൺ മോസ്റ്റ്, ഇവിടെയാണ് സൗത്ത് എന്ന് പറഞ്ഞല്ലോ. ഈ സദേൺ മോസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, സദേൺ മോസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് സിവാലിക് ആണ്, ആണല്ലോ. ഇത് നോക്കിയേ, ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നത് എന്താണ്? ദ സദേൺ മോസ്റ്റ് ഓഫ് ദി ഹിമാലയൻ റേഞ്ചസ് ആൻഡ് ഫോംസ് ദ ബോർഡേഴ്സ് ഓഫ് ദി ഗംഗാ പ്ലെയിൻസ്. അപ്പൊ എവിടെയാ ഗംഗാ പ്ലെയിൻസ് ഉള്ളത്? ഈ ഭാഗത്താണ്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഗംഗാ സമതലമുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പൊ അതിനൊരു ബോർഡർ ആയിട്ട് നിൽക്കുന്നത്, അതിനൊരു അതിരായിട്ട് നിൽക്കുന്നത് ആരാണ്? ഈ സിവാലിക് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. has a width ranging from an average of 60 to 150 kilometer. എന്താണ്? സിവാലിക് നിരക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആസ് ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് പാർട്ട്, ദിസ് റേഞ്ച് ഈസ് ആൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയാസ്. എന്താണ്? ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഔട്ടർ ഹിമാലയാസ്. കാരണം എന്താ? ഈ മൂന്നെണ്ണത്തിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുറത്ത് നിൽക്കുന്ന, ഏറ്റവും ആദ്യത്തെ, ഏറ്റവും പുറമേയുള്ള ലെയർ, പാളി എന്ന് പറയുന്നത് ശിവാലിക് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഔട്ടർ ഹിമാലയാസ് ആണെന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ വിടുത്ത് 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. ഓക്കെ. സദേൺ മോസ്റ്റ് ഓഫ് ദി ഹിമാലയ. ഓക്കെ. എന്താണ്?
ഇറ്റ് ഫോംസ് ദ ബോർഡേഴ്സ് ഓഫ് ദി ഗംഗ പ്ലെയിൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഏറ്റവും തെക്ക് ഭാഗത്താണ് ഗംഗാ സമതലത്തിന് ഒരു അതിരായിട്ട് നിലകൊള്ളുന്നു. ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഇതിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ, ഏതിന്റെ, ഹിമാലയത്തിന്റെ ഔട്ടർ മോസ്റ്റ് പാർട്ട് ആയതിനാൽ ദിസ് റേഞ്ച് ഈസ് ആൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയാസ്. ഇതിനെ ഔട്ടർ ഹിമാലയ എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ നോട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയാൽ നോട്ടുകൾ ലഭിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ആണ് ഹിമാചൽ. ഹിമാചൽ. അപ്പൊ നമ്മൾ ശിവാലിക് കഴിഞ്ഞു. രണ്ടാമത്തെയാണ് ഹിമാചൽ. To the north of the Shivaliks is the Himachal mountain range with an average elevation ranging from 3,500 to 4,500 meter above the mean sea level. എന്താ പറയുന്നത് അല്ലെ? സിവാലിക്കിന് വടക്കായിട്ടാണ് കാണപ്പെടുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പൊ ഇത് സിവാലിക് ആണെന്ന് വിചാരിച്ചോ. ഇതെന്താണ്? ഇതാണ് ഹിമാചൽ. അതായത് സിവാലിക്കിന് വടക്ക് എന്ന് പറഞ്ഞാൽ സിവാലിക്കിന്റെ മുകളിൽ, സിവാലിക്കിന്റെ നോർത്ത് സൈഡിൽ, വടക്ക് സൈഡിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഏകദേശം സീ ലെവലിൽ നിന്ന് എത്ര മീറ്റർ ആണ് ഇതിന്റെ ആൽറ്റിറ്റ്യൂഡ്? നോക്കി, എലവേഷൻ എത്രയാണ്? 3500 മുതൽ 4500 മീറ്റർ വരെ. ഓക്കെ, ശരാശരി ഉയരം. ഓക്കെ, ഇത് ഉള്ളിലുള്ള ഒരു ഇന്നർ ഹിമാലയ എന്നൊക്കെ ഇതിനെ വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് ഉള്ളിലുള്ള ഹിമാലയാണ്. എന്താണ്, മറ്റുള്ളതിനെ പോലെ എന്താണ്, ഏറ്റവും പുറമേയുള്ള പാളിയെയാണ് ഔട്ടർ ഹിമാലയ നമ്മൾ വിളിച്ചു അല്ലെ. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ലെസർ ഹിമാലയാസ് എന്നാണ്. ഓക്കെ, എന്താണ്, ലെസർ ഹിമാലയം എന്ന് അറിയപ്പെടുന്ന ഈ നിരക്ക് എന്താണ്, ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വിഡ്ത്ത് ഉണ്ട്, വീതിയുണ്ട്. അപ്പൊ ഇവിടെ നോക്കേണ്ടത് നിങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? 3500 to 4500 ആണ് ഇതിന്റെ ആവറേജ് എലവേഷൻ. അതുപോലെ തന്നെ ലെസർ ഹിമാലയാസ് എന്ന് പറയുന്നു, അല്ലെ, ഇറ്റ്സ് ആൾസോ നോൺ ആസ് ലെസർ ഹിമാലയാസ്. Width is 60 to 80 kilometer. And to the north of the Sivaliks is the Himachal mountain range with an average elevation ranging from 3,500 to 4,500 meter above the mean sea level. Okay, കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഹിമാചൽ എവിടെയാണ്? ഹിമാചൽ ഗ്രാഫിൽ എവിടെ? ഹിമാചൽ കണ്ടോ? ഹിമാചൽ സിവാലിക്കിന്റെ നോർത്ത്, അതായത് സിവാലിക്കിന്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഹിമാചൽ. അപ്പൊ നെക്സ്റ്റ് ആണ് ഹിമാദ്രി. ഏറ്റവും വലിയ ഹിമാലയത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിമാലയം ആയതുകൊണ്ട്, മൗണ്ടെയിൻ ആയതുകൊണ്ട് ഇതിനെ ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും പുറമേയുള്ള പാളിയെ, നമ്മൾ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ശിവാലിക് ആണെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ്, അതുകൊണ്ട് ഇതിനെ ഇന്നർ ഹിമാലയ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനെ വിളിക്കുക? ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നീ രണ്ട് പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിന്റെ ആവറേജ് എലിവേഷൻ എത്രയാണ്? ആവറേജ് എലിവേഷൻ 6200 മീറ്റർ ആണ്. ശരാശരി ഉയരം ഏകദേശം 6200 മീറ്ററിന് മുകളിലുള്ള പർവ്വത നിരയാണ്, അതിന് മുകളിലാണ്. അപ്പൊ എന്താണ്, ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ് കേട്ടോ. ഹിമാലയം ഗ്രൂപ്പിലെ ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ്. ഇതിന്റെ വിഡ്ത്ത് എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. ഓക്കെ, 25 കിലോമീറ്റർ ആണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത, ദീസ് ആർ സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ്. എന്താ സ്നോ ക്ലാഡ് മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ് മൂടിയ പർവ്വതനിരകളാണ്. മഞ്ഞ് മൂടിയ പർവ്വതനിരകൾ. മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ഹൈയസ്റ്റ് പീക്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റേഞ്ച്. നമ്മുടെ ലോകത്തിലെ തന്നെ ഹൈയസ്റ്റ് പീക്ക്, ഉയരം കൂടിയ ഒരുപാട് കൊടുമുടികൾ ഉണ്ട് അല്ലെ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ഏകദേശം 8800 സംതിങ് ഉയരമുള്ള ഒരു കൊടുമുടിയാണ് എവറസ്റ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹൈയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് മൗണ്ട് കേറ്റു ആണ്. അത് നമ്മുടെ ഇന്ത്യയിലാണ്. എവറസ്റ്റ് എവിടെയാണ്? നേപ്പാളിലാണ്. മൗണ്ട് കേറ്റു ഇന്ത്യയിലെ കാരക്കോറം റേഞ്ചിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാരക്കോറം റേഞ്ചിലാണ്. അതിന് ഏകദേശം 8611 മീറ്റർ ആണ് വരുന്നത്. ഇത് 8848 മീറ്റർ എന്തോ വരുന്നുണ്ട് നമ്മുടെ എവറസ്റ്റ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ഹൈയസ്റ്റ് പീക്സ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദിസ് റേഞ്ച്. നമ്മുടെ ലോകത്തിലെ തന്നെ ഉയരമേറിയ മിക്ക കൊടുമുടികളും ഈ ഹിമാലയം റേഞ്ചിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഇന്നർ ഹിമാലയ എന്ന് വിളിക്കുന്നുണ്ട്. 6100 മീറ്റർ ആണ് അതിന്റെ ഉയരം, ഏകദേശ ഉയരം. 25 കിലോമീറ്റർ വീതിയുണ്ട്. മഞ്ഞ് മൂടിയ പർവ്വതനിരകളാണ്. ലോകത്തിലെ ഏറ്റവും ഹൈയസ്റ്റ് പീക്സ് ഒക്കെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാഫിൽ എവിടെയാ? ഹിമാദ്രി കണ്ടില്ലേ? ഏറ്റവും ഇന്നർ, ഏറ്റവും ഉള്ളിലുള്ള ഗ്രേറ്റ് ഹിമാലയ ഏറ്റവും ഉയരം കൂടിയതാണ്.
ഓക്കെ. അപ്പോൾ ഈ 3 ഒരു പാരലൽ ആയിട്ടാണ് പോകുന്നത്. സമാന്തരമായിട്ടുള്ള പർവ്വതനിരകൾ. ഓക്കെ. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ നോട്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്